ഹല്ല ഗസ് അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ചോറൂണിൻ്റെ വീഡിയോ കേട്ടോ. ഇത് എടുത്ത് വെച്ചിട്ട് എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയിരുന്നില്ലേ. 5ാം മാസത്തിലാണല്ലോ ആൺകുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്താട്ടോ ഞങ്ങളിത് പോയത്. പെട്ടെന്നുള്ള തീരുമാനമായിപ്പോയി. കാരണം 5ാം മാസം കംപ്ലീറ്റഡ് ആകാൻ വേണ്ടി പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ വേണം ഇതിന് എടുക്കാനായിട്ട്. പിന്നെ വേഗം തന്നെ ഡേറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ വീടിൻ്റെ മണ്ണ് നിൽക്കുന്നത് കൂറ്റുവെല്ലിലാട്ടോ. അപ്പോൾ ആ അമ്പലത്തിൽ തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടം ഭയങ്കര ഉറക്കക്ഷീണാട്ടോ. കാരണം ആളുടെ ഉറക്ക സമയമാണ് ഈ സമയത്തൊക്കെ. ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴാട്ടോ ആൾക്ക് കണ്ണും അതുപോലെ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത്. എന്നിട്ട് അപ്പം നൈസായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അതൊന്നും വരയ്ക്കാനായിട്ട് എനിക്ക് പറ്റില്ലേ. അപ്പോൾ ആളുടെ സമയം ഉറക്കത്തിൻ്റെ ക്ഷീണമായത് കൊണ്ടിട്ട് നല്ല വഴക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, മധുരം ചെന്നപ്പോൾ ആളിങ്ങനെ നല്ല രീതിക്ക് ഇതിന് ഉണയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ പെടലിയൊന്നും കറക്റ്റായിട്ടില്ല കേട്ടോ. അവൻ ഏകദേശം ഒരു 6.5 മാസമൊക്കെ ആയപ്പോഴാട്ടോ അവൻ്റെ പെടലിയൊക്കെ കറക്റ്റായിട്ട് ഉറച്ചു തുടങ്ങിയത്. അതുവരെ ഈ കിടന്ന് ഈ ആട്ടം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ കുഞ്ഞേച്ചിയും ഉണ്ടായിരുന്നു, പിന്നെ മാമനും മാമിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷത്തിലൊക്കെ കുറച്ച് നേരമൊക്കെ കുഞ്ഞേച്ചി ഇരിക്കുമെന്ന് ഇതെന്താ സംഭവം എന്നുള്ള രീതിയിലൊക്കെ കേട്ടോ. നല്ല രീതിക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യക്കുട്ടിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് പ്രാർത്ഥനയായിരുന്നു കേട്ടോ കുഞ്ഞേച്ചിയുടെ വക. കുഞ്ഞേച്ചിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു കുഞ്ഞനിയനാണ് കേട്ടോ ആദ്യക്കുട്ടൻ. അത് എത്രയെന്നൊക്കെ പറഞ്ഞാലും മനസ്സിലായി. ഇടയ്ക്കൊന്ന് തോണ്ടുമെങ്കിലും പക്ഷെ ഒരുപാട് സ്നേഹം കേട്ടോ. ഇപ്പോഴും ഒരുപാട് കാത്തിരിക്കുവാണ് വാവേനെ കളിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, അതുപോലെ കൂടെ കളിക്കാൻ ഒക്കെ കേട്ടോ. അപ്പം മാമനും ഉണ്ടായിരുന്നേ. മാമനും കൊച്ചിനും ഊണ് കൊടുത്ത് മാമിയും കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേഗം വീട്ടിലോട്ട് പോന്നു കേട്ടോ. ആൾ നല്ല ഉറക്കത്തിലായി. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.